ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. നീതിമാന്മാരായിരുന്നെങ്കിലും സക്രിയായും എലിസബത്തും സന്താനമില്ലാത്തവരായിരുന്നു. അക്കാലത്ത് കുട്ടികളില്ലാത്തത് ദൈവശാപത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെട്ടിരുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. ദൂതൻ മുഖേന സന്ദേശം ലഭിച്ച ഭാഗ്യശാലികളാണിവർ. എന്തുകൊണ്ട് ദൈവം കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അത് ദൂതൻ മുഖേന അറിയിക്കുന്നു? മുന്നറിയിപ്പ് കൂടാതെയും ഒരു കുഞ്ഞിനെ കൊടുക്കാമായിരുന്നല്ലോ. അതിൻ്റെ കാരണം ഇതാണ്: ആ കുഞ്ഞിൻ്റെ ജനനം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന് അറിയിക്കാൻ ദൈവം ആഗ്രഹിച്ചു. വിശ്വസ്തരായിരിക്കേണ്ടതിന് ആദ്യം ദൈവം അവരുടെ വിശ്വാസം പരീക്ഷിച്ച് ഉറപ്പിച്ചു. ആ കുഞ്ഞിന് അസാധാരണമായ ഒരു ദൗത്യം നിറവേറ്റാനുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ആ ദൂതൻ്റെ പ്രത്യക്ഷപ്പെടലും അറിയിപ്പും. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ പേര് മുൻകൂട്ടി തന്നെ ദൂതൻ അറിയിക്കുന്നു. പരമ്പരാഗതമായി കുടുംബത്തിലെ പൂർവ്വപിതാക്കന്മാരുടെ പേരുകളാണ് കുഞ്ഞുങ്ങൾക്ക് നൽകിയിരുന്നത്. എന്നാൽ ഈ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമെന്നും അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്നും ദൂതൻ വ്യക്തമായി അറിയിക്കുന്നു. ഗർഭം ധരിക്കും മുമ്പേ പേര് നൽകപ്പെട്ടവനാണ് സ്നാപക യോഹന്നാൻ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പ്രകാശിപ്പിക്കുന്നതാണ് ആ വ്യക്തിയുടെ പേര്. യോഹന്നാൻ്റെ അർത്ഥം ദൈവം കൃപ കാണിച്ചിരിക്കുന്നു എന്നാണ്. ആ കൃപ യോഹന്നാൻ്റെ മാതാപിതാക്കളോട് മാത്രമല്ല, സകല മനുഷ്യവംശത്തോടു കൂടിയാണ്. എന്നാൽ ദൂതൻ പറഞ്ഞ വാക്കുകൾ സക്രിയായ്ക്ക് വിശ്വാസമായില്ല. സക്രിയായുടെ സംശയം സ്വാഭാവികമായിരുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ മറിയവും സംശയിച്ച് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സക്രിയായ്ക്ക് മാലാഖയിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്നുണ്ട്. സക്രിയായുടെ മൂകത അവനെ കാത്തു നിൽക്കുന്നവർക്ക് ഒരു അടയാളം കൂടിയായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ദൈവദൂതനെ കണ്ടുവെന്ന് അവർ വിശ്വസിക്കേണ്ടതിന് അതൊരു അടയാളമായി തീർന്നു. ആ അടയാളം ഇല്ലാതിരുന്നെങ്കിൽ സക്രിയായുടെ അവകാശവാദം ജനങ്ങൾ സംശയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഏറെ നാളായി കുട്ടികളില്ലാതിരുന്നവെങ്കിലും സക്രിയായും എലിസബത്തും തങ്ങളുടെ വിശ്വാസം കൈവിടിങ്ങില്ല. ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവർ ദൈവത്തെയും ജനത്തെയും സേവിച്ചു. എലിസബത്ത് വന്ധ്യയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും സക്രിയ ഭാര്യയെ വെറുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. അവരുടെ വിശ്വാസം പരീക്ഷിച്ച ശേഷം ദൈവം അവർക്ക് ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കുന്നു. ആ പുത്രനാകട്ടെ ക്രിസ്തുവിൻ്റെ മുന്നോടിയും ആകുന്നു. യോഹന്നാൻ്റെ ദൗത്യം വളരെ വ്യക്തമാണ്. അവൻ ക്രിസ്തുവിൻ്റെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവസാനം സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ്റെ ശിരസ് തളികമേൽ വച്ച് വാഗ്ദാനം പൂർത്തീകരിക്കേണ്ട വസ്തുവായി നിഷ്കപടർ അതിനെ കണ്ടു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും സത്യം വിളിച്ച് പറയുന്നവർക്കും തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവർക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അനീതിക്കും അസമത്വത്തിനുമെതിരെ ജനങ്ങൾ പടപൊരുതുമ്പോൾ അതൊക്കെ കണ്ടില്ലെന്നടിക്കാനും അവഗണിച്ച് മുന്നോട്ടു പോകാൻ വേണ്ടി മാത്രമേ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയൂ. എന്നാൽ ഈ ഭീകരമായ സന്ദർഭങ്ങളിലും സധൈര്യം സ്നാപക യോഹന്നാനെ പോലെ മുന്നേറാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ തല പോയേക്കാം. എന്നിരുന്നാൽ കൂടി എല്ലാം ക്രിസ്തുവിനായി സമർപ്പിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസിൽ ഉണ്ണി പിറക്കുമ്പോൾ
നമ്മുടെ ചിന്തകൾക്കും മനസ്സിനും ഹൃദയത്തിനും ഒരു തിരിപ്പിറവി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനീതിക്കും അസമത്വത്തിനും എതിരെ പടപൊരുതാനും ഒരു സമുദായം എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങൾക്കായി സംഘടിച്ച് മുന്നേറാനുമുള്ള ഒരു പിറവിയാകട്ടെ ഇത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.